വട്ടായി വാട്ടർഫാൾസ് കാണാത്ത എന്റെ സുഹൃത്തുക്കൾ. വ്ളോഗർ അപ്പനോടൊപ്പം വ്ളോഗർ ഹെലമരിയ കുര്യാച്ചൻ. ഇതാണ് ഒത്തൊരുമ, ഇതാണ് സ്നേഹത്തിന്റെ ഭാഷ. ഒരറ്റത്തുനിന്ന് തോണിക്കാരെ പഞ്ചടിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ വഴിയിലേക്കാണ് കേട്ടോ നമ്മൾ ഇറങ്ങണത്. അപ്പം നിങ്ങൾ അവിടുന്ന് വരുന്ന സമയത്ത് അവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങുക. അപ്പം നമുക്ക് ഇവിടുന്ന് നടന്ന് ഇങ്ങോട്ട് എത്താൻ പറ്റൂ കേട്ടോ. അവിടെ ഇല്ല പപ്പ റൈറ്റ്. ഇതിൽ കൂടെ ഇറങ്ങി നോക്കാട്ടോ ഗൈസ്. പപ്പ എന്നെ ഒന്ന് പിടിച്ചോ, ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, ഇതാണ് വഴി കാണുന്നത്. അന്ന് ഞങ്ങൾ ഇതിൽ കൂടെ അല്ല കിടന്നത്. പോയി നോക്കാം, ഭൂമി ഉരുണ്ടതല്ലേന്ന്. പട്ടായി വെള്ളച്ചാട്ടത്തിലുള്ള വഴി തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് ലയ ഹോസ്പിറ്റൽ വഴി അവിടുന്ന് കുറച്ച് 1/2 കിലോമീറ്റർ നീങ്ങി റൈറ്റ് സൈഡിൽ പവർ ഹൗസ് വഴി കാണാം. അവിടുന്ന് നേരെ കുണ്ടാട് വന്ന് ഇറങ്ങി ലെഫ്റ്റ് കയറുക. അപ്പൊ ഈ പറഞ്ഞ സ്പോട്ടിലേക്ക് ഒരു 950 മീറ്റർ എങ്ങാണ്ടുള്ളൂ. അപ്പൊ അവിടെ തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് വട്ടായി വാട്ടർഫോൾസ് ബോർഡ് വെച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ആ വഴി ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഡയറക്റ്റ് വിടാം. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് കയറുന്ന സമയത്ത് ഇതേ വെള്ളം. ഞാനാണെങ്കിൽ അമ്മയുടെ നല്ല ചെരുപ്പിട്ട് ഇറങ്ങിയേക്കണേ. എന്റെ സാധാ ചെരുപ്പ് പൊട്ടിപ്പോയി. നിക്ക്, ഞാൻ അമ്മേനെ ഒന്ന് പിടിക്കട്ടെ കേട്ടാ. അമ്മ അതിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടാ. കണ്ടാ ഇപ്പൊ ഈ തോട്ടിലൊക്കെ വെള്ളം ഉണ്ടല്ലേ. ഞാൻ വിചാരിച്ചത് ഇതുപോലെ വെള്ളം ഉണ്ടാവും കേട്ടാ. മഴ തൂളുന്നുണ്ട്, അത് കാരണം പനി വരാണ്ടിരിക്കും. അമ്മേനെ കോടയില് പിടിച്ചൊക്കെ എന്ത് ഭംഗിയല്ലേ കാണാന്. ഇതിന് ആഴുണ്ടാവോ? ആഴുണ്ടാവോ? പറ്റുകയാണെങ്കിൽ ഇറങ്ങാം. നല്ല ഫ്രൂട്ട്സിലാണ് വെള്ളം വരുന്നത്. അന്ന് ഞാന് ചേച്ചിയുടെ കൂടെയായിട്ടാ വന്നായിരുന്നത്. അന്ന് ഞങ്ങള് വന്നപ്പോ ഇരുട്ടായിരുന്നു. 5:30 ആ ഒരു സമയത്താ വന്നായിരുന്നേ. അപ്പൊ അത് കാരണം പെട്ടെന്ന് പോയി. ഇന്നാണ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റണേ അല്ലേ. ഇവര് കണ്ടിട്ടില്ല. അന്ന് ഞങ്ങൾ ഇവരോട് പറയാണ്ട് വന്നതാ. വട്ടായി വാട്ടർഫാൾസ് കാണാത്ത എന്റെ സുഹൃത്തുക്കൾ ഉറപ്പായിട്ട് വന്ന് കാണണം. പപ്പയും ഇത്ര പ്രതീക്ഷിച്ചാ തെറ്റായിട്ടില്ലപ്പാ. നല്ല ഭംഗിയുണ്ടല്ലേ. ഇന്ന് മഴയും കൂടെ പെയ്തപ്പോ നല്ല സൂപ്പർ വെള്ളായി. ഈ ഒരു സാധനമാണ് നമ്മൾ നേരത്തെ കണ്ടത്. അവിടെ നിന്ന് വെള്ളം അമ്പേ പൊളി വൈബ്. അതെ കണ്ടോ മരം. അവിടെ ഒരു വീടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ദേ ഇങ്ങനെയാണ് ഇവിടുത്തെ വ്യൂ വരണത് കേട്ടാ. ദേ ഇവിടെ പാറയൊക്കെ കാണാം. പിന്നെ ഇതാണ് നമ്മുടെ ആ തോട്. എനിക്ക് ഇറങ്ങണമെന്നുണ്ട്, അവിടെ പോയി നോക്കട്ടെ. അവിടെ ചെന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങൾ 3 പേരും അന്ന് ഞാൻ എന്റെ ചേച്ചീനെ കൊണ്ട് വന്നതാ. ഇന്ന് അപ്പനും അമ്മേനും കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കാണ്. ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാട്ടോ. ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. അവളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അറ്റത്തേക്ക്. പപ്പ പറയാം അവിടെ നാളികാരുണ്ട്, നാളികാരം വേണോ അത്. അന്ന പപ്പ അതിൽ കൂടെ കയറിക്കോ. ആ നടന്നോ. അമ്മയുടെ ചെരുപ്പൂരി എനിക്ക് തന്നു. അത് കാരണം അമ്മയ്ക്ക് നടക്കാൻ പറ്റും. ഞങ്ങൾ അന്ന് വന്നപ്പോഴേ അതിന്റെ അറ്റത്ത് അവിടെ കല്ലുമ്മ കയറിയിരുന്നു കണ്ടാ. നല്ലതാ ഇന്ന്, പക്ഷെ നല്ല ഒഴുക്കുണ്ടാ. ഞങ്ങള് വന്ന സമയത്ത് ഞാൻ ചേച്ചിയുടെ കൂടെ വെള്ളച്ചാട്ടത്തിന്റെ സൈഡിൽ ഇരുന്നായിരുന്നു. ഇന്ന് പപ്പയൊന്നും എന്നെ സമ്മതിക്കണില്ല അങ്ങോട്ട് പോവാൻ വേണ്ടി. അടിപൊളിയാട്ടോ, വൈബാണ്. ഞാനേ ജസ്റ്റ് ഒന്ന് ഇവിടം വരെ പോയി നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ആഴില്ല ഇവിടെ ഈ ഭാഗത്ത്. ഒരു കാലം ഇറങ്ങാനുള്ള ആഴുണ്ട്, വീഴരുത് കേട്ടാ. എന്നെ പിടിക്കല്ലേ, ക്യാമറ ഇളകൂ. ഈ കണ്ട നമ്മുടെ വട്ടായി വാട്ടർഫോൾസ്. ഈ കണ്ട വെള്ളം. ഹായ്, സൂപ്പർ വൈബ് കണ്ടാ. ഇവിടെ അധികം ആഴമൊന്നുമില്ല, നമുക്ക് നിക്കാൻ പറ്റുന്ന വലുപ്പമുള്ളൂ.
കണ്ട. ഇതാണ് നമ്മുടെ വട്ടായി വാട്ടർഫോൾ. നമ്മള് മാത്രല്ല കേട്ടോ, ആൾക്കാര് വന്നിട്ട് പോണത് കണ്ട. പപ്പ അവിടെ സൈഡിൽ ഒളിച്ചു നിൽക്കണ്ട മരത്തിന്റെ പുറകില്. എന്നെ ഇവര് അടുത്തേക്ക് വരുന്നില്ല കഴിച്ചു, അത് വേറെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മുടെ സ്ഥലത്തിന്റെ ശക്തി കണ്ട. നല്ല ശക്തിയിലാട്ടാ വീഴണേ. നല്ല തണുപ്പുള്ള ക്ലൈമറ്റ്. എന്തായാലും ഒരു ദിവസം വരണിട്ട് എല്ലാരും. എനിക്ക് നിങ്ങളെ കാണിക്കാതെ അറിയുമ്പോ ഭയങ്കര സന്തോഷം. ഉറക്കെ സംസാരിക്കണ നിങ്ങൾക്ക് കേൾക്കുമോന്ന് അറിയില്ല, അതുകൊണ്ടാട്ടാ. ഞാൻ അമ്മയുടെ ചെരുപ്പൂര് എനിക്ക് ചൂടിട്ട് കാര്യമൊന്നുമില്ല. വെള്ളത്തിന്റെ ശക്തി കൂടി വരിക. അധികം ആഴമൊന്നുമില്ല കൈസ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആഴമില്ല, പക്ഷെ ഒഴുക്ക് ഭയങ്കര ഒഴുക്കുണ്ട്. അയ്യോ അയ്യോ എന്നെ കൂടെ തള്ളിയിടും. നടന്നോ? ദേ ഭർത്താവ്, സ്നേഹസമ്പന്നനായ ഭർത്താവ് ഭാര്യേനെ കുട്ടീനെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കണേ. നടന്നോ മോനെ, നടന്നോ. ഇതാണ് ഒത്തൊരുമ, ഇതാണ് സ്നേഹത്തിന്റെ ഭാഷ. ഒരറ്റത്തുനിന്ന് തോണിക്കാരെ വഞ്ചടിപ്പിക്കുന്നത്. ഇപ്പോഴാണ് അമ്മേന്റെ കൊടയെന്നൊന്ന് പുറത്തു വരണേ. ഇഷ്ടപ്പെട്ട് അന്ന് ഞാൻ ചേച്ചിയുടെ ഒപ്പം വന്ന സമയത്ത് ഇതിന്റെ തൊട്ട് മുകളിൽ തന്നെ വേറൊരു വെള്ളച്ചാട്ടം കൂടി ഉണ്ടെന്ന് ഒരു ഓർമ്മയുണ്ട്. അപ്പൊ നമുക്ക് പോണ സമയത്ത് ജസ്റ്റ് ഒന്ന് അവിടെ കയറാട്ടാ. ഇങ്ങനെ വന്നിട്ട് ഈ വഴി കൂടെ കേറുമ്പോ ഇവിടെ നമുക്ക് പാറമട കാണാൻ കണ്ട. അങ്ങനെ ഇനി ഇവിടെ ഒരു പാറമടയുണ്ട്. എന്റെ അപ്പൻ അവിടെ നിന്ന് കൂവണുണ്ട്. എന്ത് രസാലേ കാണാന്. കാടൊക്കെ ഒരു പ്രത്യേക വൈബാലേ. ഈ തോടും അല്ലമ്മ. എന്റെ അപ്പന്റെ കൊടയാണ് നിങ്ങളാ ദൂരെ കാണുന്നത്. എത്തി നോക്കണ് എവിടെയാന്ന്, വഴി തെറ്റി പോയോടി ഉണ്ടോ അതറിയാൻ. ഒരു പാറമട നിങ്ങൾക്ക് കാണാം. അതിന്റെ താഴെ വെള്ളമുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഈ തോട്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പോകുമ്പോ ഇവിടെ ഒരു പാറമടയുണ്ട്. അത് കാണിക്കാനാണ് ഞാൻ ഇപ്പൊ പോണത് കേട്ടാ. ഞാൻ ഒന്ന് ഇറങ്ങട്ടെ. പാറമട കാണിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ഞാൻ അന്ന് വന്നപ്പോ ഈ പാറമട കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. അന്ന് ഞങ്ങള് 2 വെള്ളച്ചാട്ടം കണ്ടിട്ട് പോയി. പാറമട കണ്ടിട്ട് പപ്പ പറയുന്നുണ്ട് പേടിയാവണുണ്ട് നമ്മെ. നോക്കി നോക്കാം, നോക്കട്ടെ കേട്ടോ. ഞാൻ വീഴില്ല, പേടിക്കണ്ട, വീഴില്ല. നമ്മുടെ പാറമടയുടെ അവിടേക്ക് കേറണേന് മുന്നിൽ ഇവിടെ ഒരു മരം, ഇതിനകത്ത് ആൾക്കാർ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോണില്ലമ്മേ. പാറമടയ്ക്ക് നമ്മൾ കേറുമ്പോ ഉള്ളത് ഇതൊക്കെ ഭയങ്കര ആഴായിരിക്കൂലമ്മേ. പച്ച കളർ വെള്ളം ഉണ്ടെങ്കിൽ ആഴം കൂടുതലാന്നല്ലേ. ഇതിലൊക്കെ വീണ് കഴിഞ്ഞാ പെട്ടൂലേ. ഇതാണ് നമ്മുടെ പാറമട. ഇത് കണ്ടോ നിങ്ങൾ? എന്റെ വയറ്റത്തെ ഒരു കൈ എന്നെ തടഞ്ഞു വെച്ചേക്ക. അങ്ങനെയൊന്നും വീഴില്ല. നല്ലതാണ് ഈ പാറമട, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ വരുന്നവര് സൂക്ഷിക്കുക, ഇതിലേക്ക് ചാടാനൊന്നും നിക്കരുത് കേട്ടോ. അതോടുകൂടി കാറ്റ് പോവും. അപ്പൊ അതുകൊണ്ട് ചാടാൻ നിക്കരുത്. എത്ര നീന്താൻ അറിയണ ആളാണെങ്കിലും ചാടണ്ട, തിണ്ടത്ത് നിന്ന് കണ്ടാ മതി അല്ലേ. ഇതാണ് സംഭവം. അങ്ങനെ ആ പാറമടയുടെ തന്നെ ഒരു വേറെ വ്യൂ കിട്ടാൻ വേണ്ടി കുറച്ച് ഇപ്പുറത്തേക്ക് നടക്കാട്ടാ. ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാന്ന് തോന്നുന്നുണ്ട്. എൻ്റെ അമ്മോ, സ്ഥലം കാണാൻ വൈബാണ്. നമ്മൾ എൻജോയ് ചെയ്യുക, നമ്മൾ പോകും. ലവ്ലി കപ്പിൾസ് ബിഹൈൻഡ് ദ സ്ക്രീൻ. അവിടെ എന്നിട്ടാ പോളെ നേരത്തെ തോടിന്റെ ബാക്കി ഉണ്ടെന്ന് തോന്നുന്നു.
നേരത്തെ നമ്മൾ കണ്ട തോടില്ലേ അതിന്റെ ബാക്കി, അവിടുന്ന് വരുന്ന തോടിന്റെ ബാക്കി കണ്ടാ. ഇതൊക്കെ നമ്മുടെ പാറമടയുടെ ഒരു ഭാഗമാണ്. അവിടെ ഒരു ഉണ്ടക്കല്ല് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇനി ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോന്ന് അറിയില്ല. അന്നൊന്നും ഞങ്ങൾ ഇങ്ങോട്ടേക്കൊന്നും കിടന്നില്ലായിരുന്നു കേട്ടാ. ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ. ഹായ്, ഇതാണ് നമ്മുടെ പാറമടയുടെ ഫുൾ വ്യൂ അല്ലേ? സ്ഥലം അങ്ങോട്ട് കയറുന്നാലോ? അടിപൊളി. എന്നെ ഒന്നും എടുക്കാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. ഞാൻ പറഞ്ഞു ഇവിടെ ഒന്ന് കേറട്ടെ അമ്മ, ഇവിടെ ഒന്ന് കയറി നിന്ന് ഇത്തിരി ഹൈറ്റ് കിട്ടും. അത് ഇടിഞ്ഞു പോണ സ്ഥലമല്ല, എന്നെ സമ്മതിക്കണില്ല ഗൈസ്. അമ്മ ഞാൻ ഇവിടെ ഒന്ന് കേറട്ടെ. രക്ഷയില്ല ഗൈസ്, ഇവിടെ വരെ വന്നിട്ട്. മോനെ വല്ലതോ കാക്ക പറക്കട്ടെ. ഇവിടെ വേറൊരു വ്ളോഗറിനെ നിങ്ങൾക്ക് കാണാം, ഫോണിൽ വീഡിയോ പിടിച്ചോണ്ടിരിക്കായിരുന്നു. ആ ഇതൊക്കെ ആ തോടിന്റെ ബാക്കി തന്നെയാ. ഇത് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട് അല്ലമ്മ? അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല കണ്ടോ. അവിടെയൊക്കെ പാറമടയാണ് വരുന്നത്. അങ്ങനെ അന്ന് മറ്റെന്താണ് ഇവിടെ മീൻ കുഞ്ഞുങ്ങളൊക്കെ എന്തോ ഉണ്ടാവുള്ളൊരു ഓർമ്മയുണ്ട്. കാല് വെക്കുമ്പോ നമ്മൾ ഇക്കിളിയാക്കും, അങ്ങനെ ഉണ്ടായിരുന്നു. വേണ്ട തൊട്ടവാണി. താഴെ പോയി നിക്കൊള്ളാം. കുവാറിയില് ആൾക്കാര് പോണ കണ്ട കോട്ടൊക്കെ ഇട്ടിട്ട്. പിന്നെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. കൊടയും കൊണ്ട് അങ്ങോട്ട് പോയി. അമ്മ കണ്ടപ്പോ പറ്റി ശരിയാക്കിയാനെ. എന്നെ മഴ നനക്കണേന് കേട്ടാ. എനിക്ക് പെട്ടെന്ന് പനി പിടിക്കും. പപ്പയ്ക്ക് അങ്ങനെ പെട്ടെന്ന് പിടിക്കൂല. അതെ, കപ്പാസിറ്റി അല്ലേ, ഇമ്മ്യൂണിറ്റി. ഇംഗ്ലീഷ് മലയാളം എന്ത് കപ്പാസിറ്റിയാ? കപ്പാസിറ്റി ഇംഗ്ലീഷ്. അപ്പ അടുത്ത ആൾക്കാര് വരണുണ്ടോ? കൊറേ ആൾക്കാര് വരുന്നുണ്ട് കേട്ടാ. ആ സമയമാകുമ്പോ വരും. ഇതിപ്പോ നമ്മള് വന്ന് ഇപ്പൊ 3:30-4 മണിയാകുമ്പോഴേക്കും നമ്മള് തിരിച്ചു പോവാണ്. പിന്നെ അതെ, അന്ന് ഞങ്ങൾ വന്നപ്പോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ പ്രകൃതി ഒന്ന് ആസ്വദിച്ച് വരാന്ന് പറഞ്ഞ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് എത്തുമായിരിക്കും, ഓടി വരുന്നുണ്ട്. കാണിച്ചു തരാട്ടാ വരണത്. അപ്പുറത്തൊന്നും ഒരു കൊട കാണുന്നുണ്ടോ? വരുന്നുണ്ടാ, ആസ്വാദനം കഴിഞ്ഞ് വരുന്നുണ്ട്. നമ്മള് തിരിച്ചു കയറാൻ പോവാട്ടാ. ഇവിടേക്ക് കയറണ ഈ വഴി തന്നെ ഭയങ്കര ഒരു എസ്തെറ്റിക് ആണ്. പാറയൊക്കെ ആയിട്ട് രസമാണ്. ഒരു ദിവസം വായോ എല്ലാവരും. അങ്ങനെ തൃശ്ശൂരത്തെ ഒരു അനദർ സ്പോട്ടായിട്ടുള്ള വട്ടായി വാട്ടർഫോൾസും കൂടെ നമ്മൾ കാണിച്ചിരിക്കുകയാണ്. നമ്മൾ നല്ലത് ആദ്യമായിട്ട് കാണിക്കണേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കാണട്ടെ അല്ലേ അമ്മ? നമ്മളിവിടെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ മുകളിലായിട്ട് തന്നെ ഒരു ചായക്കട വരുന്നുണ്ട്. അന്ന് ഞാൻ ചേച്ചിയുടെ കൂടെ വന്ന സമയത്ത് ഇതിന് തൊട്ട് മുകളിൽ തന്നെ നമുക്കൊരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചായയൊക്കെ കുടിക്കാം നല്ല ചൂടോടുകൂടെ. അപ്പം അത്യാവശ്യം നമുക്ക് നല്ല വൈബായിരിക്കും. അപ്പോൾ ആ ഒരു ചായക്കട ഇവിടെ ഭയങ്കര ഒരു എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പറഞ്ഞില്ലേ മുകളിലായിട്ടൊരു വെള്ളച്ചാട്ടം കൂടി ഉണ്ടെന്ന്. അത് ഈ വട്ടായിയുടെ ബാക്കി തന്നെയാന്ന് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും ഇവിടെ നിന്നും കൂടെ കാണിക്കാട്ടാ. നമ്മള് പിടിച്ച വെള്ളച്ചാട്ടാ കണ്ട. ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഇറങ്ങുമ്പോ നമുക്ക് വേറൊരെണ്ണം കൂടെ കാണാം.
ആൾക്കാര് ഇതേ റെയിൻകോട്ടൊക്കെ ഇട്ട് നിക്കണ കണ്ടാ. എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടാ. എന്താണെന്നറിയോ, ഞങ്ങൾ അന്ന് വന്നപ്പോ നേരത്തെ കാണിച്ചില്ലേ, ആദ്യം കാണിച്ച അവിടെയല്ലായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത്, ഇവിടെയായിരുന്നു. കാരണം ഇവിടെ ഒഴുക്ക് കുറവുണ്ട്, ഇവിടെയായിരുന്നു ഇറങ്ങിയത് കേട്ടാ. ഇപ്പൊ ഞാൻ കാണിച്ചത് ഇവിടെയാണ് ഞാൻ ചേച്ചിയുടെ കൂടെ ഇറങ്ങിയത്, അവിടെ അല്ല. വീഴും പണേ ഞങ്ങൾ ഇവിടെ എന്നെയും കൂടെ തട്ടിയിടൂല ദൈവമേ. ക്രോണിക് ബാച്ചിലർ സിനിമയിൽ പറഞ്ഞ പോലെ എന്നെയും കൂടെ വീഴ്ത്ത്. ഹായ്, നല്ല ഇവിടെ പിന്നെ ഇറങ്ങാണ്ട് രക്ഷയില്ല. അപ്പൊ ഇവിടെ കൊറേ ആൾക്കാരുണ്ട്. അന്ന് ഞങ്ങൾ ഇവിടെയാണ് കേട്ടാ വന്നത്. ഹായ് ഹായ്. ആളവിടെ കിടക്കണതാ. ആ ചേട്ടൻ അവിടെ വെള്ളത്തിൽ. ഹായ് പറ. ഹായ് ഹായ് ഹായ്. നല്ല ജോളി ജോളി ചേട്ടന്മാര്. ഇതാണ് നമ്മുടെ സ്ഥലം വരുന്നത് കേട്ടോ. നിങ്ങളിവിടെ കാണുന്നുണ്ടോ? ഇവിടെ ഈ പാറയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെ നിങ്ങൾക്ക് പാറ കാണാൻ കേട്ടോ. ഫുള്ളിങ്ങനെ ഒരു പാറയാണ് ഇവിടെ കാണുന്നത്. അതിനോട് ചേർന്നാണ് നമ്മുടെ വെള്ളച്ചാട്ടം വരുന്നത് കേട്ടോ. അതിന്റെ മുകളിൽ കുടില് പോലെയൊക്കെ കാണാം. കുടിലല്ല, വീടുകളാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പറഞ്ഞില്ലേ അന്ന് വന്നപ്പോ ഞങ്ങള് ഈ ക്വാറി കണ്ടില്ല. ഇപ്പഴാ മനസ്സിലായത് അന്ന് ഞങ്ങള് വന്നത് ഈ മുകളിലായിരുന്നു. താഴത്തത് ജസ്റ്റ് പോയി കണ്ടിട്ട് എന്തോ പോന്നു, ഇവിടുന്ന് എന്തോ നോക്കിയിട്ട്. ഇപ്പോഴാണ് മനസ്സിലായത് ഇതാണ് സംഭവം എന്നിട്ട്. രണ്ടും പട്ടായയുടെ ഭാഗം തന്നെയാണ്. രണ്ടും ഒരു പ്രത്യേകതരം വൈബാണ് അല്ലമ്മ. അതെ. വ്ളോഗർ അപ്പനോടൊപ്പം വ്ളോഗർ ഹെലൻ മരിയ കുര്യാച്ചൻ സൈനിങ് ഓഫ്.